السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وآل كلهم صحابته أجمعين أما بعد. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന കേരള യാത്ര ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങളും പേരോട് ഉസ്താദും നേതൃത്വം നൽകുന്ന യാത്ര, ഈ കേരള യാത്ര സമാനതകളില്ലാത്ത സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ എല്ലാ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 14 ദിവസം പിന്നിടുമ്പോൾ ഈ യാത്ര ജനഹൃദയങ്ങളെ ആവേശജലമായ രീതിയിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയുടെ മണ്ണിലേക്ക് വരികയാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ആയിരങ്ങൾ സ്വീകരിച്ച കേരള യാത്ര അതിൻ്റെ ശീർഷകം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാവുകയാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട സർവ്വതും ഉൾക്കൊള്ളുന്ന മനുഷ്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രമേയം നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ യാത്രയേക്കാൾ ബഹുദൂരം ഓരോ മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ കീഴടക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങൾ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഇതിനകം തന്നെ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു. മനുഷ്യനെന്നാൽ കേവലം ഒരു ജൈവിക രൂപം മാത്രമല്ല, അത് നമുക്കറിയുന്ന പോലെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു മഹാപ്രഭാവമാണ് മനുഷ്യൻ എന്നത്. മനുഷ്യന് സങ്കടവും സന്തോഷവും ഒക്കെ മാറി മാറി വരുന്ന അവസ്ഥകൾ നമ്മളാകുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകാറുണ്ട്. മാറി മറിയുന്ന ഒരു കടൽ പോലെയാണ് നമ്മളാകുന്ന മനുഷ്യരുടെ ജീവിതം. എന്നാൽ ഇന്നത്തെ അതിവേഗ ലോകത്ത് നമുക്ക് നമ്മയെയും സഹജീവികളെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന ഗൗരവമായ ഒരു ചോദ്യമാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയം ഉയർത്തുന്നത്. ദുഃഖങ്ങളും മനോസംഘർഷങ്ങളും ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല എന്ന് കാണിച്ചു തരികയാണ്. തീക്ഷ്ണമായ മനോസംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിന്, അതിൻ്റെ വേലിയേറ്റങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാണോ എന്നതാണ് പ്രിയപ്പെട്ടവരുടെ അടുത്തെനിക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ നമ്മെ വേദനിപ്പിക്കാറുണ്ട്. അവരുടെ നഷ്ടങ്ങൾ നമ്മെ വേദനിപ്പിക്കാറുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ഓരോ അനുഭവങ്ങളും മനുഷ്യനെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. പുതിയ കാലത്ത് മനുഷ്യനുണ്ടാകുന്ന അമിതമായ വേദനകളെ, വിഷമങ്ങളെ നമുക്ക് ഇങ്ങനെ വായിക്കാം. പഠനങ്ങൾ, ഓരോ അനുഭവങ്ങളും മനുഷ്യന് നൽകുന്ന ഒരു പുതിയ കാല പഠനത്തെ കൂടി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണമെന്ന് ആലോചിക്കുകയാണ്. ശരീരത്തിൻ്റെ നിയന്ത്രണം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. പുതിയ കാലത്ത് സൈക്കോളജിയുടെ ടെർമിനോളജി പ്രകാരം ഇതിനെ നമുക്ക് ഗ്രീഫ് അറ്റാക്ക് എന്ന പദപ്രയോഗത്തിലൂടെ വിളിക്കാമെന്നതാണ്. ഇത്തരം അവസ്ഥകൾ ഓരോ മനുഷ്യനും സംഭവിക്കുന്നതാണ്. ഇത് മനുഷ്യ സഹജമായ ഒരു പ്രവർത്തനമാണ്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തരം അവസ്ഥകൾ, ദുഃഖങ്ങൾ, അമിതമായ
ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട്, ദുഃഖം കൊണ്ട് എനിക്കൊരാളോട് സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അമിതമായ സന്തോഷമുണ്ടാകും, അമിതമായ വിഷമങ്ങൾ ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളൊക്കെയും ഞാൻ ഒരാളുടെ സാമീപ്യം, ഒരാളുടെ സാന്ത്വനം ആഗ്രഹിക്കുന്നുണ്ടാകും. ഇത്തരം ആശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ആവശ്യമായി വരുന്ന സാമീപ്യങ്ങളെയും ഒക്കെ നമുക്ക് നഷ്ടമാകുന്നൊരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മറ്റൊരു ഡാറ്റ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലും ലോകമെമ്പാടും മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. WHO 2025 റിപ്പോർട്ട്, സെപ്റ്റംബർ മാസത്തിലെ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടും 100 കോടിയിൽ അധികം ആളുകൾ വിവിധ തരം മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വിഷാദവും ഉത്കണ്ഠയും നിറഞ്ഞതാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് വിഷാദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകുന്നത്, അതുപോലെ ഉത്കണ്ഠയിലേക്ക് പോകുന്നത്? ഇതുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? 2025 കണക്ക് പ്രകാരം കേരളത്തിൽ മാത്രം 18 വയസ്സിന് താഴെയുള്ള 391 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തതത്രേ. എന്തു വലിയ കഷ്ടമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വളരെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് കൊണ്ട്, തങ്ങളെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ ആളില്ലാത്തത് കൊണ്ട്, ഈ വിഷയത്തെ കൃത്യമായി പറഞ്ഞുകൊടുത്ത് അവനെ ഒന്ന് ആശ്ലേഷിക്കാൻ, ആലിംഗനം ചെയ്യാൻ, സമാധാനിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ സംഭവിക്കുന്ന പ്രശ്നമായില്ലേ ഇത്? ഇങ്ങനെ വ്യത്യസ്തമായ ചില ആംഗിളുകളിലൂടെ ഈ വിഷയത്തെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്നത്തെ പത്രവാർത്തകൾ പരിശോധിച്ച് നോക്കൂ. ചില വാർത്തകളുണ്ട്, കേവലം അപകട വാർത്തകളെ കുറിച്ച് നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷേ മറിച്ച് മനുഷ്യത്വം മരവിക്കുന്നതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫ്ലാറ്റിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരാളുടെ അവസ്ഥ, അയാൾ തൊട്ടടുത്ത് മരണപ്പെട്ട് കിടക്കുന്ന വാർത്ത, അതിൻ്റെ ഒരു മതിലിനപ്പുറമുള്ള ഒരു മനുഷ്യൻ അറിയാതെ പോവുകയാണ്. അവിടെ കിടന്ന് അയാളുടെ ജഡം ജീർണിച്ച് അസ്ഥികുടമാകുന്ന സാഹചര്യത്തിൽ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി കതക് തട്ടുമ്പോൾ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനുഷ്യത്വം എത്തിയിരിക്കുന്നു എന്നതാണ്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ചില ആർട്ടിക്കിളുകൾ വായിക്കുമ്പോൾ ആർട്ടിക്കിളുകളിൽ ഇങ്ങനെ കിടക്കുന്നതായി കണ്ടിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിളിൽ പറയുന്നത്? ഒരു മനുഷ്യൻ രാവിലെ അയാൾ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു ദിവസം അവിടെ നിന്ന് എന്തോ സ്മെല്ല് വന്ന് തുറന്നു നോക്കുമ്പോൾ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജഡമാണുള്ളത്. അങ്ങനെ ഓരോ വീടുകളും പരസ്പര ബന്ധമില്ലാതെ ശ്മശാനങ്ങളായി മാറുന്ന അവസ്ഥകൾ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്ന വലിയ ആശയമാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ആയിരക്കണക്കിന് ഫേസ്ബുക്ക് ഫ്രണ്ടുകൾ ഉണ്ടാകാം, പക്ഷേ നമുക്ക് രാത്രിയിൽ ഒരു ഗ്രീഫ് അറ്റാക്ക്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രീഫ് അറ്റാക്ക് ഉണ്ടായി എന്ന് വിചാരിക്കൂ. ഈ സാഹചര്യത്തിൽ നമുക്കൊരു മനോസംഘർഷം ഉണ്ടായി എന്ന് വിചാരിക്കൂ. വരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ, നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഏത് ഫേസ്ബുക്ക് ഫ്രണ്ടായിരിക്കും ആ സമയത്ത് ഓടിയെത്തുക? ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് മുമ്പിലുള്ളത്. പരസ്പരം വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന മക്കളും രക്ഷകർത്താക്കളും തമ്മിൽ വാട്സപ്പ് ചാറ്റിലൂടെ സംവദിക്കുന്ന കാലം. ഒരു കഥ, ഒരമ്മയുടെ അമ്മ മകനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? നീ സംസാരിക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ നിന്റെ ഫോണിലുള്ള സിരിയോടും അതുപോലെ അലക്സയോടും അതുപോലെ തന്നെ ഗൂഗിൾ എയോടും ഒന്ന് എന്നോട് സംസാരിക്കാൻ പറയുമോ എന്നൊരമ്മ ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പോക്ക് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്ത് സാങ്കേതിക വിദ്യ വളരുമ്പോഴും മനുഷ്യന്റെ മനസ്സുകളും അതിനൊപ്പം വളരുന്നുണ്ട്. പക്ഷേ അവിടെ ഒപ്പം മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് എവിടെയോ വിള്ളലുകൾ വീഴുകയാണ്. ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ പല വിധമായ കെണികളിലും വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയം നമുക്ക് സംജാതമാവുന്നു. പണ്ട് നമ്മുടെ വ്യാപാര മേഖലകളിൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ സപ്ലൈ അതിൻ്റെ ഡിമാൻഡ് സ്വയം സൃഷ്ടിക്കുന്നു എന്ന ഒരു സാമ്പത്തിക തത്വമായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ ഇന്ന് പരസ്യങ്ങൾ
സോഷ്യൽ മീഡിയയും നമ്മുടെ ആവശ്യങ്ങളെ നിർമ്മിക്കുകയാണ്. നമ്മൾ എന്ത് വാങ്ങണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നു. പരസ്യങ്ങൾ വലിയ സ്വാധീനമാണ് അതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പനികൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രായോഗിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയല്ല. മുമ്പ് മനുഷ്യൻ എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് നിർവഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കമ്പനികൾ നിശ്ചയിക്കുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് തുടങ്ങി എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ സകലമാന ഇടവേളകളിലും ഇടപെടുന്ന കമ്പനികളുടെ ബ്രാൻഡ് വൽക്കരണങ്ങളിൽ പെട്ടുപോകുന്ന ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടേതും. ഒരു കാലം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ ഇടവേളകളിൽ ഒരു മനുഷ്യൻ എത്ര സമയമാണ് സോഷ്യൽ മീഡിയകളിൽ ചെലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയ നമ്മുടെ ആവശ്യങ്ങളെ നിർമ്മിക്കുകയാണ്. കമ്പനികൾ നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ഓരോ സ്ക്രോളുകളും കൃത്യമായി ഡാറ്റ കളക്ഷനുകളിലേക്ക് നമ്മൾ വിധേയപ്പെടുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആരുടെയൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന യന്ത്രങ്ങളായി മാറുന്നു. നമ്മുടെ ആത്മാഭിമാനത്തെയും സന്തോഷത്തെയും ഭൗതിക വസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട എല്ലാ കാര്യങ്ങളും ആരുടെയൊക്കെയോ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ അടിയറവ് പറയുകയാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് വേണ്ടി നമ്മൾ എങ്ങനെ ചിരിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മൾ എന്ത് വാങ്ങണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പലവിധമായ ഇടപെടലുകൾ നടക്കുന്ന കാലം. നമ്മുടെ ആശയങ്ങളിലും നമ്മുടെ വർത്തമാനങ്ങളിലും പോലും ഇടപെടുന്ന സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ ദിവസത്തിന്റെ 7 മണിക്കൂറിലധികം ഇന്റർനെറ്റിൽ ചെലവഴിക്കുമ്പോൾ അയാൾ നടത്തുന്ന ഓരോ സ്ക്രോളുകളും അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഡാറ്റകൾ അനലൈസ് ചെയ്തുകൊണ്ട് അയാൾക്ക് താല്പര്യമുള്ളത് മാത്രം അയാളെ കാണിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ, നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മുൻതൂക്കം കിട്ടുന്നത്. അതനുസരിച്ച് നമ്മൾ തീരുമാനിക്കുകയല്ല, നമ്മളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വാങ്ങുകയാണ്. പക്ഷേ നമ്മൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിൽ മാത്രമല്ല സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. നമ്മൾ മനുഷ്യത്വം എന്ന യാഥാർത്ഥ്യ ബോധത്തെ ഇന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ആലോചനകൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. മുതലാളിത്തം നമ്മെ പഠിപ്പിക്കുന്നത് നീ വാങ്ങുന്ന വസ്തുവാണ് നിന്റെ മൂല്യം എന്നാണെന്ന് നമ്മെ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ഐഫോൺ ഇറങ്ങുന്ന സമയത്ത് അത് വാങ്ങാൻ വേണ്ടി തൻ്റെ വൃക്കകൾ പോലും പണയം വെക്കാൻ തയ്യാറാകുന്ന സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾക്കും EMI പോലെയുള്ള എല്ലാ ചതിക്കുഴികളിലും പോയി വീണ് കടബാധ്യതകളായി മാറുന്ന അവസ്ഥയും ആൻസൈറ്റിയും അതുപോലെ ഡിപ്രഷനും ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. ഇതും വിശപ്പടക്കാൻ വേണ്ടി വകയില്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആഡംബരത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന മറ്റൊരു വശം കൂടിയുള്ള ഒരു മനുഷ്യ സമൂഹം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. മുതലാളിത്തത്തിന്റെ തന്ത്രത്തിൽ പെട്ടുപോകുന്നു. പഴയ കാലത്ത് നമുക്കൊരു കുട വാങ്ങണമെങ്കിൽ നമ്മുടെ അങ്ങാടിയിലെ കടയിൽ പോയി നമ്മൾ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യുമായിരുന്നു. നമുക്കൊരു വസ്ത്രം വേണമെങ്കിൽ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു. അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും വേണ്ട എന്ന് പറയുകയും അതിൻ്റെ ക്വാളിറ്റികൾ സംസാരിക്കുകയും ബാർഗെയിനിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് നിന്ന് നമ്മളിപ്പോൾ എന്ത് വേണം, നമ്മൾ എന്ത് വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള സ്ക്രീൻ നോക്കിയാണ്. പഴയ കാലത്ത് നമുക്കൊരു കുട വേണമെങ്കിൽ കടയിൽ പോകുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ആ കുടയുടെ ചിത്രം പരതി നോക്കുകയാണ്. ഇതിൽ എന്താണ് പറയുന്നത് എന്ന് മാത്രം നമ്മൾ ആലോചിക്കുന്നു. ഇതിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ റിവ്യൂ നോക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് വാങ്ങുകയാണ്. ഇങ്ങനെ നമ്മളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന എലമെന്റുകൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വീണു പോവുകയും നമ്മൾ കേവലം ഒരു ഉപഭോക്താവായി മാത്രം മാറുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഈ ഡിജിറ്റൽ യുഗവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ കാലത്തെ വളരെ പ്രധാനമായ ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുന്നുണ്ട്.
എന്തിനേറെ പറയണം, പലവിധ കമ്പനികളിലും പിരിച്ചുവിടലുകൾ നടക്കുന്നു. മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ വ്യത്യസ്തമായ പഴഞ്ചൻ ജോലികളിൽ നിന്നും പുതിയ കാലത്തെ ജോലികൾ റീപ്ലേസ്മെന്റ് ചെയ്യുകയാണ്. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ ബുദ്ധിശക്തി വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. അതിനനുസരിച്ച് അതിനേക്കാൾ വേഗതയിൽ കുതിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുന്നതോടുകൂടി എൻ്റെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതിൽ നമുക്കൊരുപാട് അവസരങ്ങളുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്തത് നമ്മളാകുന്ന ഓരോ മനുഷ്യന്മാരുമാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധി അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് അവസരങ്ങൾ അപ്പുറത്തുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ കാണുന്നില്ല. അതിനെ കൃത്യമായി കണ്ട് നമ്മൾ നമ്മുടെ സഞ്ചാരങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്മൾ പുതിയ കാലത്ത് നമ്മുടെ മുഴുവൻ ശരീരത്തെയും സ്കാൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ചിപ്പുകൾ ഘടിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ AI ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാലം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തലമുടി നാരിഴയെ പോലെ അത്രയും നേർത്ത പാളികൾ പോലെ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ചിപ്പുകൾ പോലും നമ്മുടെ കാലത്ത് ഇപ്പോൾ നടപ്പിലായി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് കുത്തി സൂചി ഉപയോഗിച്ച് ശരീരത്തിൽ നിന്നും കുത്തിയെടുക്കുന്നതിന് പകരം നിങ്ങളുടെ വേർപ്പ് കണങ്ങൾ കൊണ്ട് നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സാങ്കേതിക വിദ്യ വളരുന്നുണ്ട്. ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ ധാരാളം വളർച്ചകൾ നമുക്ക് മുമ്പിലേക്ക് വരുമ്പോൾ ശരീരത്തിന്റെ അവയവമായി നമ്മുടെ പാർട്ടായി, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ഇതൊക്കെ കൂടിച്ചേരുമ്പോഴും നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. ആശുപത്രികളിൽ വലിയ മെഷീനുകളും വയറുകളും ഉപയോഗിച്ച് നമ്മുടെ പല രൂപത്തിൽ നമ്മുടെ ചർമ്മത്തിൽ ഒട്ടിച്ചു വെക്കാൻ കഴിയുന്ന ഈ വയറുകളും ഇതുമൊക്കെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാൻ കഴിയുന്ന ടാറ്റുവിൻ്റെ പോലെ രൂപത്തിൽ നമ്മുടെ ഹൃദയമിടിപ്പും നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും നമുക്ക് എന്താണ് പ്രശ്നമെന്ന് പോലും ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. ഇതിനൊക്കെ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ കഴിയാത്ത വിധം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോഴും റീപ്ലേസ്മെന്റ് ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ പരസ്പരം സംസാരിക്കാൻ മറന്നുപോകുന്നു. ഇക്കാലത്ത് നമ്മൾ പരസ്പരം ആലിംഗനം ചെയ്യാൻ മറന്നുപോകുന്നു. എൻ്റെ അയൽപക്കത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ അറിയാതെ പോകുന്നു. ഇങ്ങനെ മറിച്ച് മനുഷ്യന്മാരുടെ ഹൃദയമിടിപ്പുകൾ ഈ മെഷീനുകൾ അറിയുന്നത് പോലെ പരസ്പരം നടക്കുന്ന ചങ്ങാതിയുടെ ഹൃദയമിടിപ്പ് എന്താണെന്ന് അറിയാതെ പോകുന്ന മനുഷ്യന്മാരുള്ള കാലം. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ കഴിയണം. അതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാനവികതയും മനുഷ്യത്വത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ഒരു മനുഷ്യന് ആദരവ് നൽകേണ്ടതുണ്ട്. നാം എല്ലാവരും ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളാണ്. അതല്ലേ ഖുർആൻ പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം. നാം ആദം നബി അലൈഹി സ്വലാമിന്റെ സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ മനുഷ്യൻ എന്ന നിലയിൽ ഓരോ വ്യക്തിയും ആദരിക്കപ്പെടേണ്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതില്ലേ നമുക്ക് ഓർമ്മയുണ്ടാകും. ഒരു ജൂതന്റെ ശവമഞ്ചം കടന്നു പോകുമ്പോൾ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അനുചരന്മാരോട് ചോദിച്ചു, അവിടുത്തെ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, ഇതൊരു ജൂതനല്ലേ എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുന്നു, അതൊരു മനുഷ്യനല്ലേ എന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയ മഹിതമായ സന്ദേശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യത്വത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞ് പഠിക്കേണ്ട മാനവികമായ ഈ മൂല്യങ്ങളെയാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. വർഗീയതയ്ക്കെതിരെ, വർഗീയതയുടെ പേരിൽ ചേരി തിരിയുന്നതിനെതിരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. വർഗീയതയിലേക്ക് ക്ഷണിക്കുവാനും അതിനുവേണ്ടി പോരാടുവാനും നമ്മൾ ഇങ്ങനെ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവരൊന്നും തന്നെ നമ്മിൽ പെട്ടവനല്ല എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കരുണയുടെ മതമാണ് ഇസ്ലാം. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ പോലും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ
എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങളിൽ താങ്ങായി നിൽക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്നെയും നിന്റെ അയൽക്കാരനെയും ഒക്കെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ വിഭവത്തിന്റെ ഒരു ഓഹരി നമ്മുടെ അയൽപ്പക്കക്കാരന് കൂടി കൊടുത്തുകൊണ്ട് അവരെയും ചേർത്ത് പിടിക്കണമെന്നാണ് നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി നമ്മുടെ തൊട്ടടുത്ത അയൽപക്കക്കാരെ കൂടി ചേർത്ത് പിടിക്കുമ്പോൾ മനുഷ്യത്വം രൂപപ്പെടുന്നുണ്ട് നമ്മൾക്കിടയിൽ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ആൾ മരണപ്പെട്ടത് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ, മെസ്സേജിലൂടെ കാണുന്ന കാലമാണ് നമ്മുടേത്. ഈ കാലത്തിന് മാറ്റം വരേണ്ടതുണ്ട്. ഇത് സാധ്യമാകണമെങ്കിൽ നാം ആകുന്ന ഓരോ മനുഷ്യന്മാരും തീരുമാനിക്കുന്നതിലൂടെ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോഴാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. ഈ ആശയം ചർച്ച ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുകയാണ് ഇതുപോലെ ആകണമെന്ന്. ജനങ്ങൾ ഏറ്റവും ഉപകാരികളായവരാണ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് അഗതികളെയും അനാദികളെയും ചോദിച്ചു വരുന്നവരും അവരെ ചേർത്ത് പിടിപ്പിക്കുന്നതും അതാണ് മതം പഠിപ്പിക്കുന്ന സന്ദേശം. അഗതികളെയും അനാഥരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനും സമാധാനം സ്ഥാപിക്കാനും തയ്യാറാകണം. അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുക. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് യന്ത്രങ്ങളെപ്പോലെ ജീവിക്കാതെ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയണം. നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയണം, പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ സങ്കടങ്ങളും അതുപോലെ ചേർത്തുപിടിപ്പും നമ്മുടെ എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ച് സങ്കടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ കഴിയണം, സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിയണം. നമുക്ക് അങ്ങനെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ വിദ്വേഷത്തിന്റെ മതിലുകൾ തകർത്ത് നമുക്ക് സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ കഴിയണം. എല്ലാ മനുഷ്യർക്കൊപ്പോഴും നമുക്ക് നിൽക്കാൻ കഴിയണം. അങ്ങനെ വ്യത്യസ്തമായ മാനുഷിക മൂല്യങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന ഈ ആശയം പരിപൂർണമാകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും ആധുനികതയുടെ നെറുകയിലെത്തി വിരൽ തുമ്പിന്റെ മുമ്പിൽ എല്ലാം ലഭിക്കുന്ന കാലത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്നത്. നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയില്ല, സമരസപ്പെടാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ധാർമ്മിക വിപ്ലവ അഭിവാദ്യങ്ങൾ.